വരയ്ക്കണം. പിന്നെ ഇതിങ്ങനെ നിന്ന് ചൂടണം. ഹലോ, വെൽക്കം ടു തുക്കീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനാണ്. അപ്പോൾ നമുക്കാദ്യം രാമശ്ശേരി ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ലഡ്ഡു മൈസൂർ പാവ് നാളെ ഉണ്ടാക്കും, മിക്സറി. പിന്നെ റവ ലഡ്ഡു ഉണ്ടാക്കും. ഇതിപ്പോൾ മഞ്ഞ ലഡ്ഡു ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ റവ ലഡ്ഡു നാളെ ഉണ്ടാക്കും. മൈസൂർ പാവ് നാളെ ഉണ്ടാക്കും. എല്ലാം അമ്മ തന്നെ ഉണ്ടാക്കണേ, വേറെ ആരും ഉണ്ടാക്കിയാൽ പക്വം കിട്ടില്ല. ഒക്കെ നെയ്യ് ഞാൻ 50 കൊല്ലമാകും. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൽ മൂത്ത അമ്മയാണ്. ഞാൻ മോളാണ്, അമ്മയുടെ മോളാണ്. ആകുന്നുണ്ടോ ഇഡ്ഡലി? ഞാൻ പുറത്തൊക്കെ പോയി ചെയ്യാറുണ്ട്. ഞാൻ കണ്ണൂരൊക്കെ വന്നിട്ടുണ്ട്. കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, പിന്നെ KTDCയുടെ കുറേ വർക്കിന് പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പിലത്തെ ആഴ്ച കണ്ണൂര് KTDCയിലായിരുന്നു. എന്റെ പേര് സ്മിത. ഞാനിപ്പം 2-3 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ മാത്രമേ പുറത്തു പോകാറുള്ളൂ, വേറെ ആരും പുറത്തൊന്നും പോകാറില്ല. ഞാൻ ഇങ്ങനെ പുറത്തു പോകും. പുറത്തു പോയിട്ട് എന്നെ ഫസ്റ്റ് ഞാൻ KTDCക്ക് വേണ്ടി പോയപ്പോൾ അങ്ങനെ ഓരോരുത്തരും വിളിക്കുന്നു. ഞാൻ മാത്രം പുറത്തു പോകും. പിന്നെ ആരും പുറത്തു പോവില്ല. പിന്നൊക്കെ ഇല്ല. പിന്നെ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യം, പിന്നെ വരുമാനം കുറവാണ്. ഇതിന് നമ്മളെ അധ്വാനത്തിനനുസരിച്ചിട്ടുള്ള വരുമാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള കാലങ്ങളല്ലേ ഇപ്പോൾ. ഇത് നല്ല അധ്വാനമാണ്, കണ്ടില്ലേ? ഇതിങ്ങനെ പിടിച്ച് 100 ഇഡ്ഡലിക്ക് 1 മണിക്കൂർ വേണം. ഒരു ദിവസം ഏകദേശം എത്ര ഞങ്ങളാ 500 എണ്ണമൊക്കെ ഉണ്ടാക്കും. മൊത്തം ചിലവാകും. 500, 1000 എണ്ണമൊക്കെ. ഞങ്ങൾ ഇതന്നെ ജോലിയാണ്. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. മാവരയ്ക്കണം, പിന്നെ ഇതിങ്ങനെ നിന്ന് ചൂടണം. എത്ര കുടുംബങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഇവിടെ ഒരു 4-5 ഫാമിലി ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇടനിലക്കാരാണ് ഇത് കൂടുതലും കൊണ്ടുപോയിട്ട് വിൽക്കണത്. നമ്മൾ ഇപ്പോഴും ഗ്രാമീണരായിട്ട് ജീവിക്കല്ലേ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പുറത്തു പോകാതെ ഇരിക്കുന്നതാണ്. ഞങ്ങൾ ഹോട്ടല് ഒക്കെ അങ്ങനെ ഈ ഇടനിലക്കാർക്കാണ് ലാഭം കൂടുതൽ. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ജോലി ചെയ്യാം. അപ്പോൾ പഴയ ആൾക്കാർ ഇത് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കാരണം ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പം അവരെ മക്കളൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർക്ക് IT മേഖലയൊക്കെ ആയപ്പോൾ അവർക്ക് ഇതിനേക്കാൾ ലാഭം അതാണല്ലോ. ഇത് അധ്വാനം കൂടുതലും വരുമാനം കുറവാകുമ്പോൾ ആർക്കാണെങ്കിലും അങ്ങനെ തോന്നുമല്ലോ. പണ്ട് ഞങ്ങൾ നെയ്ത്ത് തൊഴിലാളികളാണ്. ഞങ്ങൾ നെയ്ത്ത് തൊഴിലാളികളായിരുന്നപ്പോൾ കുറേ കുടുംബം ഉണ്ടായിരുന്നു രാമശ്ശേരിയിൽ. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കണത് കുറച്ച് കുടുംബങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. നെയ്ത്ത് തൊഴിലൊക്കെ പോയപ്പോൾ ഇവിടെ നിന്ന് നാട് വിട്ടുപോയി കുറേ ആളുകൾ. ഇപ്പൊക്കെ തമിഴ്നാടൊക്കെയാണ് ഇരിക്കണത്. ഞങ്ങൾ കാഞ്ചീപുരത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അതൊന്നും നമുക്കറിയില്ല. അത് 10-20 അത് മേലെ ഉണ്ടാവും. ഇതിപ്പോ ഞാനെന്നെ 5ാമത്തെ തലമുറയാണ് ഇവിടെ ഈ രാമശ്ശേരി ഇഡ്ഡലിയുടെ. ഇതിനായിട്ട് ആണുങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കൂലി മുതലാവില്ല. വേറെ ജോലിക്ക് പോണ അത്ര കൂലി ഞങ്ങൾക്ക് ഇത് മുതലാവണ്ടേ. അപ്പം ഈ ഇടനിലക്കാരാകുമ്പോൾ അവർ അതിൻ്റെ കൂടെ വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു വിലയ്ക്ക് വാങ്ങിക്കും, അവർ വേറെ ഒരു വിലയ്ക്ക് വിൽക്കും. പിന്നെ മാവിന് എന്താ വ്യത്യാസം? മാവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് പൊന്നിയരി, ഉഴുന്ന് ഇതൊക്കെ ഞങ്ങളുടെ ഒരു ചെറിയൊരു സൈഡ് സീക്രട്ട് ഉണ്ട്. നമ്മുടെ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടാവുന്നത്. സാധാ ഇഡ്ഡലി അല്ല അല്ലേ? സാധാ ഇഡ്ഡലി അല്ല. ഇതിപ്പോ 3 ദിവസം കേടുകൂടാതിരിക്കും. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കേടുകൂടാതിരുന്നു. ഇപ്പൊ ഈ അരിയില് കൃഷിയിലൊക്കെ
യൂറിയ അങ്ങനെ ഇങ്ങനെയൊക്കെ ചേർക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അത് കാരണം ഇപ്പം ഞങ്ങൾ അടുപ്പത്താണ് അധികം ഉണ്ടാക്കണത്. ഇപ്പോൾ ഗ്യാസിലും ഉണ്ടാക്കും. ഞങ്ങൾ 6 മണിക്ക് എല്ലാം കട 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇഡലി കൊടുക്കുക 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കൊറോണ സമയത്ത് ഒട്ടും ഒന്നുമില്ല. ഈ കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ ശരിക്കുള്ള പച്ചയായ ഒരു ജീവിതമാണത്. ഞങ്ങളുടെ വീടും എല്ലാം ചേർന്നിട്ടല്ലേ. ഞങ്ങളുടെ വീട് അങ്ങോട്ട് ഉണ്ട്, എന്നാലും ഞങ്ങൾ ഇവിടെ താമസിക്കും, മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇത് മണ്ണിന്റെ പാത്രത്തിന് അത്. പിന്നെ ഈ സാധനമില്ലേ, ഇത് ഫസ്റ്റ് നമ്മൾ എന്താണ് മീൻ പിടിക്കണ വലയായിരുന്നു. മീൻ പിടിക്കണ വല കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പോൾ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അത് കാരണം ഇതിലുണ്ടാക്കാൻ പറ്റില്ല. ഇത് പഴയതാണത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ട് കെട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ കോട്ടൺ നൂല് വാങ്ങിയിട്ട് ഇങ്ങനെ കെട്ടുകയാണ്. ഇത് കോട്ടണിൻ്റെ ഇപ്പോൾ വരുന്നില്ല മീൻ പിടിക്കണ വല. ഇതിലാകുമ്പോൾ ഇത് ചെറുതാണ്. ഇത് നമ്മൾ തന്നെ കെട്ടുകയാണ്. അടുത്തൊരു അമ്പലത്തിൽ നിറമാല നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ശബ്ദം. അപ്പോൾ ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി. ഇതാണ് പനിയാരം. അപ്പോൾ ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് തന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.